ഇന്നത്തെ നമ്മുടെ വീഡിയോ കടലക്കറിയുടെ റെസിപ്പിയെക്കുറിച്ചാണ്. അതിന് വേണ്ടി 1.5 ഗ്ലാസ് കടല തലേന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. എന്നിട്ട് അത് രാവിലെ എടുത്ത് കുക്കറിലിട്ട് ഒരു 5-8 വിസിലടിക്കുന്നിട വരെ വേവിക്കാനിടണം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട മസാലക്കൂട്ടിനുള്ള ഉള്ളി, അതിന് ഒരു മീഡിയം സൈസ് 4 ഉള്ളി, പിന്നെ 3-4 പച്ചമുളക്, കരിവേപ്പില, ഇത് ഇത്രയും കൂടെ അരിഞ്ഞ് മാറ്റി അവിടെ വയ്ക്കണം. എന്നിട്ട് ഒരു 3-4 പൂള് തേങ്ങ എടുത്ത് ഒരുമാതിരി സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും വേണം. എന്നിട്ട് ഉരുളി വെച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് അതിലോട്ട് കടുകിട്ട് ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ഞാൻ കുറേ അങ്ങെടുത്ത് ചതച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെ എടുത്താൽ മീൻ കറിക്കും കടലക്കറിക്കും മുട്ടക്കറിക്കും ഒക്കെ ചേർക്കുന്നത്. അപ്പം കടുക് പൊട്ടി കഴിയുമ്പോൾ തേങ്ങ അരിഞ്ഞ് വെച്ചിടണം. അത് ഒന്ന് മൂത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ആ പേസ്റ്റിൻ്റെ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ അതിലോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് വരട്ടിയെടുക്കണം. കുറേ സമയം നന്നായിട്ട് വരട്ടണം. പിന്നെ ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ അത് നന്നായി വരട്ടിയെടുക്കണം. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യണേ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ ലൈക്ക് അടിക്കുകയും ഇടുകയും ചെയ്യണേ. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് വരട്ടി നന്നായിട്ട് ഇച്ചിരി മൂത്ത് ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലോട്ട് മുളക് പൊടി ഒരു 2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കുരുമുളക് പൊടി 1/2 സ്പൂണ്, കായപ്പൊടി 1/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഇത് ഞാൻ മസാലക്കൂട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഗ്രാമ്പൂവും പിന്നെ പട്ടയും പിന്നെ അങ്ങനെയുള്ള കുറേ എല്ലാം കൂടെ പാക്കറ്റ് ഇടത്തില്ല, അത് പൊടിച്ച് വെച്ചേക്കുന്നത്. അതിൽ ഒരു 1/2 സ്പൂണ്. എന്നിട്ട് പെരുംജീരകം പൊടിച്ചത് 1/2 സ്പൂണ്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും പൂർണ്ണമായ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന് കരുതുന്നു. പച്ചമണം മാറി നല്ലതായിട്ട് ഇച്ചിരി മൂത്ത് വരുമ്പോൾ, ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് പിന്നെ കടല വേവിച്ച് വെച്ചേക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കടല കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ കൂട്ടി വെച്ച മസാല എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച കടല മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഈ മസാലക്കൂട്ടിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ഒന്നുകൂടെ ഈ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു 2-3 വിസിൽ അടിക്കാനുള്ള സമയം കൂടെ കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറക്കുന്ന ഉടനെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിരിക്കും. പാലപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബൈ, സീ യു.